കൂട്ടായ്മ കൂടി തന്ന് നമ്മളെ അനുഗ്രഹിച്ച ഈശോയ്ക്ക് നന്ദി പറയാം. വലിയ സകല വഴികളിലൂടെ വലിയ ത്യാഗങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നത്. അതിന് തക്കതായ പ്രതിഫലമുണ്ട്. നമ്മളുടെ ഈ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ സകല വഴികളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ടാണല്ലോ ഇവിടെ നമ്മളിപ്പോൾ ആയിരിക്കുന്നത്, അല്ലേ? ഓരോ മക്കളും അങ്ങനെ തന്നെയാണ്. വലിയ സകല വഴികൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി. അത് ഒരിക്കലും പ്രതിഫലം ഇല്ലാതിരിക്കില്ല. നമുക്കിന്ന് ദൈവവചനം ഹബക്കൂക്ക് പ്രവാചകന്റെ 3-ാം അധ്യായത്തിലെ 17 മുതലുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചൊന്ന് ചിന്തിക്കാം. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. ദൈവത്തിൻ്റെ വചനം. ഈ വചനം വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും എന്തൊക്കെ ബലഹീനതകളിലൂടെയൊക്കെ കടന്നു പോയാലും ആ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അതിന് തക്കതായ പ്രതിഫലം ദൈവം നമ്മളെ ശക്തമായിട്ട് എടുത്ത് ഉപയോഗിച്ച് ഏത് പ്രതിസന്ധികളിലും ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് വലിയ അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറന്നു കിട്ടും എന്നുള്ള ഒരു വചനഭാഗമാണ് ഇപ്പം നമ്മൾ ഹബക്കൂക്ക് പ്രവാചകന്റെ 3-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ ശ്രമിച്ചത്. എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും അവിടെയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റിയാൽ നമ്മുടെ ജീവിതം അനുഗ്രഹീതമായി. വലിയ അനുഗ്രഹത്തിൻ്റെ വഴികൾ നമുക്ക് തുറന്നു കിട്ടും. ജോബ് പ്രാർത്ഥിച്ചതുപോലെ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ. അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ദുഃഖത്തിന് വഴിയുണ്ടാവും. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ദുഃഖമില്ല. ദൈവം തന്നതാന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ ദുഃഖമില്ല. നമ്മൾ വെട്ടിപ്പിടിച്ചത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ദുഃഖം കടന്നു വരുന്നത്, ഇല്ലേ? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ. ദൈവിക പദ്ധതിയോട് അമ്മ പ്രാർത്ഥിച്ചതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് എന്ന് സാധിക്കണോ അന്ന് നമ്മുടെ ജീവിതം അനുഗ്രഹീതമാവും. വേദനകൾ ഉണ്ടാവില്ല. കാരണം ഏത് സകല പ്രതിസന്ധികളിലും നമുക്ക് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റണമെങ്കിൽ ആ ഒരു പ്രാർത്ഥിക്കണം. നമുക്കൊക്കെ ഉള്ള കുഴപ്പം എന്താ? നമ്മുടെ ചില നിയോഗങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മാത്രം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ സാത്താൻ ആ വഴിക്ക് തിരിച്ചു വിടുന്ന കൊണ്ടാണ് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റാതെ പോണത്. ആ വ്യക്തത. ഇതാ കർത്താവിന്റെ ദാസി, അവിടുത്തെ ഹിതം നിറവേറ്റ എന്ന് പറഞ്ഞാൽ എന്ത് സഹനത്തിനാണ് നമുക്ക് ദുഃഖിക്കാൻ പറ്റണേ? എത്ര അവസ്ഥ വന്നാലും സന്തോഷത്തോടെ അത് സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ അമ്മ കാൽവരിയില് ബലിപൂർത്തീകരണത്തിന്റെ ആ അന്ത്യ നിമിഷങ്ങളിലും അമ്മ കൂടെ നിന്നത്. അമ്മയ്ക്ക് കരയാതെ നിൽക്കാൻ പറ്റിയത് എന്താ? അമ്മയുടെ പ്രാർത്ഥന ഇതാ കർത്താവിന്റെ ദാസി, അവിടുത്തെ ഹിതം നിറവേറട്ടെ. ആ ഒറ്റ പ്രാർത്ഥന മതി. നമ്മുടെ അതിലെല്ലാം എല്ലാ പൂർണ്ണതയുണ്ട്. അതിൽ നമുക്ക് പറ്റ നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങളോ എല്ലാം അതിലടങ്ങിയിട്ടുണ്ട്, ഇല്ലേ? അമ്മ എന്നിട്ട് എവിടെ ചെന്നിട്ട് ആ ഒറ്റ പ്രാർത്ഥനയും കൊണ്ട് അമ്മയ്ക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്താ? ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ടാണ് സ്വർഗം ഉയർത്തിയത്. അത് തിരിച്ചറിയണം. നമ്മൾ ഈ വേണ്ടാത്ത പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ച് ദുഃഖങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഇത് നിലനിൽക്കുന്ന നമുക്കൊരു ഉറപ്പുണ്ടോ? നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് കിട്ടിയാൽ നിലനിൽക്കുന്നുണ്ടോ? ലാസറിനെ ഈശോ ഉയർപ്പിച്ചതാ, വീണ്ടും മരിച്ചുപോയി, ഇല്ലേ? അഡ്രസ് പോലും ഇല്ലാത്ത നമ്മള് ഒരു വിശുദ്ധനായിട്ട് പോലും ആദരിക്കണില്ല. നോക്കി, ആ സമയത്ത് പ്രാർത്ഥന മദർ തെരേസ എന്താ വെറുതെ തെരുവിലെ പുണ്യപ്രവൃത്തികൾ ദൈവം ഉയർപ്പിച്ചതൊന്നുമല്ല. ആ മകള് ദൈവത്തിന് ജീവിതം സമർപ്പിച്ചപ്പോൾ ലാസർ സമർപ്പിക്കല്ലേ ഇത്? ലാസറിന്റെ സഹോദരിമാരുടെ പ്രാർത്ഥനയും ഈശോക്ക് ആ കുടുംബത്തോടുള്ള ഒരു സ്നേഹം. പക്ഷെ അതല്ല വേണ്ടത്.
മദർ തെരേസ അങ്ങനെ വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട മക്കളുടെ പ്രവർത്തന ശൈലികൾ നമ്മുടെ ജീവിതത്തിൽ വേണം. അതിനാ ക്രിസ്തീയ ജീവിതം അല്ലേ? ആ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എന്താ? ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുക, അത് പ്രഘോഷിക്കുക, ആത്മാക്കളെ അതിനു ഈശോക്ക് വേണ്ടി നേടുക. ഇത്ര മാത്രമേ ഉള്ളൂ. വേറെ സമ്പാദ്യങ്ങളൊന്നും. ഈശോക്ക് വല്ല ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നോ? എവിടെയാ? ഈശോ എന്തൊക്കെയാ? നമ്മുടെ ഒക്കെ ആഗ്രഹം കിട്ടണം എന്നാ, കൊടുക്കണമെന്ന് ആഗ്രഹമുള്ള എത്ര മക്കളുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈശോയ്ക്ക് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടായിരുന്നോ? ഈശോയുടെ ജീവിതം പുൽത്തൊട്ടി തൊട്ട്, അമ്മയുടെ ഉദരത്തിൽ തൊട്ട്, അമ്മ സ്നാപകനെ എലീശ പുണ്യതിയെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ തൊട്ട് ഈശോയുടെ അത്ഭുതങ്ങൾ കൊടുക്കലല്ലേ? ആത്മാവിനെ കൊടുക്കലാണ്. ആ ഒരു മനോഭാവം, ആ കൊടുക്കലിന്റെ മനോഭാവം, അതാണ് ക്രിസ്തീയ മക്കൾക്ക് വേണ്ടത്. നമുക്ക് ഇല്ലാത്തതും എനിക്ക് തോന്നണേ അതൊക്കെ എന്നാ. ഈ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദുഃഖിച്ച് നിരാശപ്പെട്ട് ഇല്ലേ? നോക്കി, നമ്മുടെ പ്രാർത്ഥനയുടെ വഴികളുടെ കുഴപ്പം കൊണ്ടാണ് നമ്മുടെ ദുഃഖത്തിന്റെ കാരണങ്ങൾ ഇല്ലേ? നമ്മൾ പ്രാർത്ഥിച്ചത് ലഭിച്ചില്ലെങ്കിലോ നമുക്ക് നിരാശയായി. ഇതാ കർത്താവിന്റെ ദാസി അവിടത്തേക്ക് ഇത് നിറവേറട്ടെ എന്നൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രാർത്ഥനയായിട്ടൊക്കെ ആ പ്രാർത്ഥന എൻ്റെ വല്ലാണ്ട് എൻ്റെ ഹൃദയത്തില് ഞാൻ എപ്പോ പ്രാർത്ഥിച്ചാലും അത് തന്നെയാണ്. ഇതാ കർത്താവിന്റെ ദാസൻ, അവിടുത്തെ ഹിതം നിറവേറട്ടെ. എനിക്കൊരു വേദനയില്ല, എന്തൊക്കെ വന്നാലും നെവർ മൈൻഡ്. ദൈവം അറിയാതെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം അറിയാതെ നമുക്കൊരു വലിയ ശക്തി കിട്ടും. ഏത് അവസ്ഥയിലും നമുക്കൊരു ശക്തിയുണ്ട്. അമ്മനെ ശക്തിപ്പെടുത്തിയതാ. അത് ആ വചനത്തിന്റെ ശക്തി നമുക്ക് നിറയുമ്പോൾ അത് ഭയങ്കര ഒരു അഭിഷേക. ഇപ്പോഴും ഇതാ കർത്താവിന്റെ ദാസൻ അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് കുഞ്ഞുമക്കൾ പ്രാർത്ഥിച്ചാലും പഠിത്തത്തിലൊക്കെ മിടുക്കന്മാരാവും. കാരണം ദൈവം നമ്മളെയൊക്കെ ഉന്നതിയിലേക്ക് ഉയർത്താൻ വേണ്ടിയല്ലേ ദൈവം ഈ സഹനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തതില്ലേ? ഈശോ സഹിച്ചത് ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയാ, നമുക്ക് ഓരോ മക്കൾക്കും വേണ്ടിയാ ഈ സഹനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തതും കുരിശിൽ മരിച്ചതും ഉയർത്തതും ബാക്കി എല്ലാം വലിയ പാപ അവസ്ഥയിൽ നിന്ന് നമുക്ക് വലിയ സ്വർഗീയ ആനന്ദത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പിതാവിൻ്റെ വലിയ സ്നേഹമാണ് യേശുവിലൂടെ ലോകത്തിലേക്ക് ഒഴുകിയ രക്ഷ. അത് നമുക്കൊക്കെ ഓൾറെഡി ഉണ്ട്. നമ്മുടെ ചില ചെയ്തികളും രീതികളും അറിവ് കുറവുകളും ഒക്കെ കൊണ്ട് നമ്മൾ അതിൽ നിന്ന് അകന്നകന്ന് പോണ ഈ ലോക ജീവിതം നമുക്ക് സമ്മാനിക്കണത് അങ്ങനത്തെ വഴികളാണ്. നോക്കിയല്ലേ? എല്ലാം ഒരിക്കലും ഈശോയുടെ വഴികൾ പറഞ്ഞാൽ അംഗീകരിക്കണം എത്ര മക്കളുണ്ടെന്ന് നോക്കി. ലോക വഴികൾ, അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ മരിച്ചെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ മനസ്സുള്ള വ്യക്തികൾ ഈ ലോക വഴികളിൽ ജീവിക്കണ ഒരു മക്കളും കാണത്തില്ല. ഒരു മക്കളിലേക്കും ആ ശക്തിനെ പറ്റി പറഞ്ഞാൽ അവർ സ്വീകരിക്കാൻ തയ്യാറാവില്ല. കാരണം നമ്മൾ മണ്ടന്മാരാക്കും. അത് സാത്താൻ്റെ ഒരു പ്രവണതയാണ്. നമ്മൾ പറയാനുള്ളത് പറഞ്ഞേക്കുക, സ്വീകരിക്കണവര് സ്വീകരിക്കട്ടെ. ഈശോ പ്രസംഗിച്ച് ഈശോ പോണ വഴിക്കൊക്കെ ആൾക്കാർ ഓടിക്കൂടി. ആ ഒരു ശക്തി നമ്മളിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഓരോ വഴികളിലും ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് നമ്മുടെയൊക്കെ ശുശ്രൂഷകളിൽ അങ്ങനെയല്ലേ? വേളാങ്കണ്ണി യാത്രയിലൊക്കെ എത്രയോ മക്കള്, 68 മക്കളെയും കൊണ്ടൊക്കെ നമ്മളൊരു യാത്ര പോയ യാത്രകളുണ്ട്. 49 സീറ്റിന്റെ വണ്ടിയിൽ 68 വലിയ ആൾക്കാരും മക്കളും കുഞ്ഞുമക്കൾ വേറെ. നോക്കി, അതെന്താ? നമ്മുടെ ആരെങ്കിലും എടുക്കാണോ? ദൈവത്തിന്റെ ശക്തി, നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കണ ആ ശക്തി, അത് ഇന്നും എന്നും എപ്പോഴും ഉണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ അമ്മ പ്രാർത്ഥിച്ചതുപോലെ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ ഹിതം നിറവേറട്ടെ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയിൽ എല്ലാം ഉണ്ട്. നമുക്ക് പിന്നെ നിരാശ വരില്ല. കാരണം എന്ത് ദുഃഖം തന്നാലും ഈശോ അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല, ഒരിക്കലും വരില്ല. ദൈവം സ്നേഹിക്കണ മക്കൾക്ക് ദൈവം അറിയാതെ ഒരു ക്ലേശങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒന്നും വരില്ല. എന്തെങ്കിലും വന്നാൽ അത് നമ്മുടെ വിശുദ്ധീകരണത്തിനും ഉപരി നന്മയ്ക്കും വേണ്ടിയിട്ടാണ്. ഉപരി നന്മ, അതിലൂടെ വലിയൊരു നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സഹനങ്ങൾ, ഈശോ കുരിശിൽ മരിച്ചുകൊണ്ടല്ലേ ഉയർക്കാൻ പറ്റിയത് ഇല്ലേ? മരിച്ചില്ലെങ്കിൽ ഇന്ന് ഈശോ നമ്മുടെ കൂടെയൊക്കെ ഉണ്ടായേനെ. അതാ ആ സഹന വഴികളിലൂടെ മരിച്ച് ഉയർപ്പിന്റെ മഹത്വം അത് ദർശിക്കാൻ, അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഈശോട് കൂടെ ചെയ്യണ പ്രവൃത്തികളൊക്കെ വലിയ
അത്ഭുതങ്ങൾ കാണാൻ പറ്റും. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇന്നലെ ഞാനും ജോസിയേട്ടനോടും കൂടി ഞങ്ങളുടെ നഴ്സറി സ്കൂളിലെ പിള്ളേർക്ക് ഒരു 250 ആൾക്ക് ഒരു സേമിയ പായസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു സിസ്റ്റർ. അപ്പം ഞാനൊന്നും ഇതുവരെ സേമിയ പായസം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഒന്ന് തൊട്ട് നോക്കിയിട്ടില്ലെന്നല്ലാണ്ട് ഇതിൻ്റെ ഉണ്ടാക്കണേ എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പം സിസ്റ്റർ പറഞ്ഞു നേരത്തെ ടിൻസിലെ പിള്ളേരുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പം ഇതൊന്നും ചെയ്യണം, ഒന്നും പറ്റൂലെന്ന് ചോദിച്ചു. റെഡി, ഞങ്ങൾക്ക് പറ്റാത്തൊന്നുമില്ലല്ലോ, ഞങ്ങൾ റെഡി എന്ന് പറയാണ്. ഞാൻ ജോസേട്ടനോട് പറഞ്ഞു, ജോസേട്ടൻ നമുക്ക് പോയി അതൊന്ന് ചെയ്തു കൊടുക്കണമെന്ന് പറയാണ്. ഞങ്ങൾ പായസം ഉണ്ടാക്കാൻ രാവിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ചെല്ലുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഇതുവരെയും ആ സമയത്ത് ഗോതമ്പ് പായസോ പരിപ്പ് പായസോ ഇതൊക്കെ ഏതാണ്ടൊക്കെ ഒരുവിധം അറിയാം. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ വലിയ നമ്മുടെ പാത്രമൊക്കെ ആയിട്ട് പോയി ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്ന്. അപ്പം സിസ്റ്റർ പറഞ്ഞു ഞാനും കൂടാം. സിസ്റ്ററും അതിൻ്റെ വന്ന് നിൽക്കുകയാണ്. അപ്പം സിസ്റ്റർ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണ്ടെങ്കിൽ ഒരെത്രൻ്റെ വെള്ളം അതാവ് ചെല്ലിട്ട സിസ്റ്റർ അതിൻ്റെ നിൽക്കണം. അതാ പ്രാർത്ഥന സിസ്റ്റർ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഓക്കെ, ഞങ്ങളൊക്കെ റെഡിയിൽ ഒക്കെ ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങൾ പായസമൊക്കെ റെഡിയാക്കി. അറ്റ് ലാസ്റ്റ് ഇത് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ടേസ്റ്റ്. അപ്പം സിസ്റ്റർ പറഞ്ഞു, ഇത് ഈ സ്ഥിരം 5000 പേർക്ക് ഉണ്ടാക്കി കൊടുക്കണ കാറ്ററിംഗുകാരൻ വിദഗ്ധമായിട്ട് ചെയ്യണ കാര്യം ടേസ്റ്റ് ഇതിൻ്റെ പിന്നിൽ വന്നു. അപ്പം സിസ്റ്റർ വെച്ചത് എന്താ? അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ കുർബാനയിലൊക്കെ സമർപ്പിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാറുള്ളൂ, പിന്നെ ചെയ്യണത് മക്കൾക്ക് വേണ്ടിയല്ല, ഈശോക്ക് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതിന് പ്രതിഫലമില്ല. ഈശോക്ക് വേണ്ടി ചെയ്യുന്നതിന് പ്രതിഫലം ഈശോ തന്നെ. മനുഷ്യ മക്കളോട് അത് മേടിച്ചാൽ അത് ഈശോയ്ക്ക് ആവില്ല. അപ്പൊ അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഏറ്റവും ബെറ്റർ സിസ്റ്റം വിളിച്ചൊക്കെ പറഞ്ഞ് ഇന്ന് രാവിലെ കുർബാന കഴിഞ്ഞ് വണ്ടി ഞങ്ങളിങ്ങോട്ട് പോരാൻ നേരത്ത് സിസ്റ്റർ ഓടി വന്ന് ഇപ്പം ഞാൻ പറഞ്ഞു സിസ്റ്റർ വലിയ നന്ദി എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ ഇതെന്താണെന്ന് ഓർക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഈ സേമിയ പായസം ഉണ്ടാക്കാൻ ഞങ്ങളെ സിസ്റ്റർ പഠിപ്പിച്ചതിന് സിസ്റ്ററിന് നന്ദി എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങോട്ടൊന്നും പറയേണ്ടി വന്നില്ല. സിസ്റ്റർ നന്ദി പറയാൻ വേണ്ടിയിട്ട് വന്നാൽ അത് എനിക്കറിയാം. അപ്പം അതിക്ക് മുമ്പ് അങ്ങോട്ട് പറഞ്ഞു സേമിയ പായസം ഉണ്ടാക്കാൻ ഞങ്ങൾ ഇനിയും 10000 ആൾക്ക് പായസം ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾ ഓൾറെഡി ഓക്കെ. അപ്പൊ അത് ഞങ്ങളെ പഠിപ്പിച്ചതിന് സിസ്റ്ററിന് നന്ദി കേട്ടത് പറഞ്ഞു. സിസ്റ്റർ കൈ കുമ്പിക്കൊണ്ട് മിണ്ടാണ്ട് അങ്ങോട്ട് പോയി. അപ്പൊ ഈ ദൈവത്തിന്റെ അത് ചേർന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവൃത്തി ചെയ്താലും അത് കക്കം പോണതല്ല, ഈ എന്ത് ശുശ്രൂഷ നമ്മൾ ചെയ്താലും ഓക്കെ ഓൾറെഡി അവിടെ അത്ഭുതങ്ങൾ. ഈ പറഞ്ഞില്ല, അവരിപ്പോൾ 6-7 വർഷം ഈ സ്കൂളിൽ മേരിപ്പോൾ സിസ്റ്ററാണ് അതിൻ്റെ ചാർജ് സിസ്റ്റർ ഉണ്ടാക്കണത്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, എന്നോടും ജോസിനോടും പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് പ്രതിഫലം നിങ്ങൾ മേടിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പ്രതിഫലം തന്നെ ആളുണ്ട്, അത് ഞങ്ങൾ മേടിച്ചോളാം. ഇതിപ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തൊരു ശുശ്രൂഷ, അതിന് സമ്മതിക്കില്ല എന്നൊക്കെ വളരെ നിർബന്ധിച്ചു. പക്ഷെ അതൊക്കെ സന്തോഷത്തോടെ ആ സഹനങ്ങൾ സ്വീകരിച്ച് നമ്മുടെ പാത്രമൊക്കെ ആയിട്ട് പോയി ഉണ്ടാക്കി കൊടുത്തു. അത് നല്ല. അപ്പൊ ഈ ദൈവത്തോട് കൂടെ ചെയ്യണ പ്രവർത്തികളിൽ നമുക്ക് അവിടെ ഒരിക്കലും പരാജയം സംഭവിക്കില്ല. പരാജയം സംഭവിച്ചാൽ അത് ആരുടെയാ? ദൈവത്തിൻ്റെയാ. ദൈവത്തോട് ചേർന്ന് നിന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ ഒരു കുറവ് വന്നാൽ ആ കുറവ് ദൈവത്തിൻ്റെയാ, ഇല്ലേ? ദൈവം ഏറ്റെടുത്ത പിന്നെ ദൈവത്തിൻ്റെ ആയില്ലേ? നമ്മൾ ദൈവത്തിന് കൊടുത്തിട്ടാ ചെയ്യണേ, നമ്മുടെ ആയിട്ടല്ല. നമ്മുടെ പേരിനോ പ്രശസ്തിക്കോ അല്ലെങ്കിൽ ബഹുമതിക്കോ വേണ്ടി ചെയ്യണതല്ല. ഈശോക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്താലും അത് ഓൾറെഡി ഓക്കെ. അതുപോലെ പഠിക്കണ മക്കള് ഈശോക്ക് വേണ്ടിയിട്ട് പഠിക്കണം. ഈശോക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ട് പഠിക്കണ്ട, ഈശോക്ക് വേണ്ടിയിട്ട് പഠിച്ച പരിശുദ്ധാത്മാവ് എല്ലാ ഉന്നതികളും തന്ന് അനുഗ്രഹിക്കും. എൻ്റെയൊക്കെ ജീവിതം മുഴുവൻ ഓൾറെഡി അത് തന്നെ. ഒരു പ്രതിഫലവും മേടിക്കാണ്ട് ഒരു 15 വർഷമായിട്ട് എൻ്റെ വണ്ടിയിലെ ആൾക്കാരെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. അത് ഒരു നല്ല സഹനം തന്നെയാണ്. 5:30 കുളിയും എല്ലാം കഴിഞ്ഞ് ഓൾറെഡി വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കും. 5:30 പള്ളിയിലെത്തും, 5:20 വീട്ടിൽ നിന്ന് പോകും. എങ്ങനെയാ? ഈ രോഗിയായ എൻ്റെ രോഗത്തിന്റെ കണക്കൊക്കെ പറഞ്ഞാൽ ആരും എൻ്റെ മുഖത്തേക്കും കൂടെ നോക്കില്ല പേടിച്ചിട്ട്. അത്രയും വലിയ മാരക രോഗത്തിന്റെ പിടികീടൊക്കെ കടന്നു പോണ അവസ്ഥകളാണ്. ഇനി ഇന്നലെ ഈ പായസം ഉണ്ടാക്കലും ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ ഒന്ന് ലെവല് പോയി ഈ ഷുഗറിൻ്റെ ഇതുള്ളതുകൊണ്ട്. പക്ഷേ ജോസേട്ടൻ അറിഞ്ഞോണ്ടോ? ജോസേട്ടൻ ഫ്രണ്ടിലേക്ക് ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ഇടവകയിലെ ഒരു പൊങ്കുടിയിൽ ജോണിയേട്ടനെ
അറിയണ ഇല്ലേ കൂട്ടായ്മയിൽ ജോണിയേട്ടനെ 6 മക്കളുള്ളൊരു ജോണിയേട്ടൻ ഞങ്ങളുടെ ഇടവകയിലുണ്ട്. അപ്പം ഞാൻ ഞായറാഴ്ച പള്ളി കൊണ്ടാൻ ഞാൻ ആ വീട്ടിൽ ചെന്ന് അവരെ എടുത്ത് പള്ളി കൊണ്ടുപോയി തിരിച്ചാക്കിയിട്ടൊക്കെ വരും. അതിന് മാത്രം ആശാൻ 200 രൂപ വണ്ടിയിലിട്ടുകൊണ്ട് പോകും. ഞാൻ വേണ്ട എന്നെ തോപ്പിക്കില്ലെന്നൊക്കെ പറയും. പക്ഷെ ആ വണ്ടിയിലിട്ടുകൊണ്ട് പോണൊരു മനുഷ്യനെ, കാരണം ഓട്ടോറിക്ഷ വിളിച്ചു പോയാൽ ഇങ്ങനെ എനിക്ക് സന്തോഷമായിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു മനസ്സുണ്ട്. ഇന്നലെ ആശാനെ ഒന്ന് വീട്ടിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നപ്പോൾ ഞാൻ ജോസേട്ടന് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് കിട്ടിയ ആളെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറ്റി കൊണ്ടുവന്ന് ചെറുത്ത് വന്ന് നിന്നപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഈ ഫുഡ് കഴിക്കേണ്ട സമയത്ത് കഴിച്ചില്ലെങ്കിൽ ഒരു അസ്വസ്ഥത. ഈ ജോണിയേട്ടൻ്റെ പഠിക്ക് ചെന്നപ്പോൾ വഴി അറിയാണ്ട് നേരെ കുറേ പോയി. ജോണിയേട്ടൻ ചോദിക്കിട്ട് സ്ഥലം കഴിഞ്ഞിട്ട് ഈ ഒരു റിലേ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ വണ്ടി ഓടിക്കാം, മലയാളക്കാർക്ക് കാണുന്നതെല്ലാം ഉണ്ട്. പക്ഷെ ഈ തിരിയണ ജംഗ്ഷൻ എൻ്റെ മനസ്സിൽ നിന്ന് പോയി, നേരെ കഴിഞ്ഞു പോയി. പിന്നെ അവിടെ തിരിച്ച് ജോസേട്ടനെ ഇവിടെ ആക്കിയിട്ടാണ് പോയത്. ആ ദൈവത്തിൻ്റെ ഒരു പരിപാലനയാണ് അവിടെ പറയണത്. എൻ്റെ മിടുക്കല്ല, റിലേ പോയിരുന്നാലും ആ എത്തേണ്ട സ്ഥലത്ത് കർത്താവ് കൃത്യമായിട്ട് എത്തിക്കും. അതിൻ്റെ ഒരു വലിയ സാക്ഷി ഒരു തവണ കോതമംഗലത്ത് വെച്ച് അതിനകത്ത് പറഞ്ഞേക്കണത്. ഞാൻ ഈ ഒന്ന് ഷുഗർ കുറഞ്ഞു പോയി കുറച്ച് അവിടെ കൂടിയ ആൾക്കാരൊക്കെ ഞാൻ കള്ളുകുടിയിലാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞ് അപ്പം അടുത്ത് വന്ന ഒരാളെ മണത്ത് നോക്കിയപ്പോൾ കള്ളിൻ്റെ മണമില്ല, അപ്പം കഞ്ചാവുകാരനാക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ദൈവം അവിടെ തക്ക സമയത്ത് ഒരാളെ ഇടപെട്ട് ഒരു മുസ്ലിം പയ്യൻ വന്ന് എൻ്റെ ഇതൊക്കെ വായൊക്കെ നോക്കി മണത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഷുഗർ കുറഞ്ഞിട്ടുള്ള ഒരു കുഴപ്പമാണ്, എൻ്റെ വാപ്പാക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ടെന്ന്. അവനിപ്പോൾ അവിടെ വരേണ്ട വല്ല കാര്യമുണ്ടോ? ഞാനവിടെ ഡൈഡായിക്കൊണ്ടിരിക്കുകയാണ്, ഡെട്ടാവും. കാരണം എന്നെ സഹായിക്കാൻ ആരുമില്ല. ഇവൻ വന്ന് നോക്കിയിട്ട് ഇവൻ അപ്പം തന്നെ ഒരു ഒരു മധുരമിട്ട നാരങ്ങ വെള്ളം കൊണ്ട് തന്നു. ഒരു മുട്ടായി ഒക്കെ എൻ്റെ വായിലേക്ക് വെച്ചിട്ട് എൻ്റെ ഫോൺ എടുത്ത് നോക്കി. ഇപ്പം കൃത്യത്തിന് ഡിൻഡോൻ്റെ മോൻ്റെ നമ്പറാണ് കിട്ടിയത്. ഡിൻഡോ ഇവിടെ ഉണ്ടായിരുന്നു നാട്ടിലുള്ള സമയത്താണ്. അപ്പം തന്നെ അവനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ആള് ഷുഗർ കുറയുന്ന ആളാണ്, ചിലപ്പോൾ കുറഞ്ഞതായിരിക്കും, ധർമ്മേരിയിലേക്കൊന്ന് ആക്കിയേക്കാൻ പറഞ്ഞു. അവരപ്പം തന്നെ ഓട്ടോറിക്ഷ വിളിച്ച് ധർമ്മേരിയിലാക്കി. നോക്കി ദൈവം തക്ക സമയത്ത്. അല്ലെങ്കിൽ ഡൈഡാ ചത്തുപോകും, വേറെ ഒരു ഇതില്ല, എനിക്കൊരു ബോധമില്ല. ബോധം മുഴുവൻ ഞാൻ വിറച്ച് നിന്ന് എനിക്ക് ആഹാരം മിണ്ടാൻ പറ്റണ്ടേ. ആ അവസ്ഥയിലും അവിടെ തക്ക സമയത്ത് ഇടപെടുന്ന ഒരു ദൈവം, അതാണ് നമ്മുടെ ദൈവം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുകയാണ്. ഞാൻ ധർമ്മേരി പോയി ഒരു ചെറിയ ട്രിപ്പൊക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ ഓക്കെ ആയി, നോർമലായി വന്ന് ചോറൊക്കെ ഊണ് കഴിഞ്ഞ് ഞാൻ വണ്ടി കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഓടിച്ചോളാം. അപ്പം എൻ്റെ കൂടെ അനിയൻ്റെ മോനെ ആൻസറുണ്ട്. അപ്പം അവനിത് അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പം അവന് ഞാനിവിടെ വണ്ടി കൊണ്ട് പോരുകയാണ്. ഈ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, ഗവേഷണം കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്ന സ്റ്റേറ്റ് ബാങ്കിൻ്റെ താഴെ വന്നപ്പോൾ പെട്ടെന്ന് റിലേ പോവുകയാണ്. എനിക്ക് ഒന്നും അറിയണില്ല. ഞാൻ വണ്ടി നേരെ വണ്ടി പോരുന്നുണ്ട്, വണ്ടി സ്പീഡിൽ പോരുക. വണ്ടി പോകുന്ന ഫുള്ള് റോഡിൻ്റെ റൈറ്റ് സൈഡ് പിടിച്ച് ഓടക്കാലി ടൗണിൽ കൂടെ ഓടുകയാണ്. ഒരു 2:30 സമയത്ത്. ആ സമയത്തൊക്കെ അവിടെ നിറയെ ആളും വണ്ടി ഉള്ളതാണ്. ഒരു വണ്ടി പോലും വന്നില്ല. കോയാൻ്റെ കടയുടെ അവിടെ വന്നപ്പോൾ ഈ പോസ്റ്റിനോടും കൂടി ചേർന്ന് വണ്ടി. അപ്പോഴാണ് അനിയൻ്റെ മോൻ വണ്ടിയിലിരുന്ന് ഡാഡിയെ എന്നും പറഞ്ഞ് ഒറ്റ വിളിയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് ആ ഒറ്റ വിളിക്ക് എനിക്ക് റിലേ കിട്ടിക്കഴിഞ്ഞ് നോക്കുമ്പോൾ വണ്ടി പോസ്റ്റയിൽ തട്ടാൻ പോകണം. റൈറ്റ് സൈഡിൽ കൂടെ വണ്ടി പോകുന്നത് മുഴുവൻ അങ്ങനെ തൊട്ട് പോന്നിട്ട് ഒരു വണ്ടി വരുമോ ഒരാൾ നിൽക്കുമോ ഒന്നുമില്ല. നോക്കി ദൈവത്തിൻ്റെ അത്യത്ഭുതം. ഞാൻ ഇന്നും എൻ്റെ വലിയ രംഗം ഓർത്ത് പ്രാർത്ഥിക്കും. ഈശോയെ നീ എന്നെ സംരക്ഷിച്ചതിന് നന്ദി. അതാ ദൈവത്തിൻ്റെ പരിപാലന എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ കുഴപ്പമില്ല. അപ്പം ഞാൻ തീരെ മോശക്കാരനായില്ല. അപ്പം തന്നെ അടുത്ത ഗീറും എടുത്തിട്ട് അവിടെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ ആ തച്ചത്തും പഠിക്കാക്കടെ വലിയൊരു വഴിയുണ്ട്. അപ്പം അവനോട് ഞാൻ ചോദിച്ചു, എടാ ഇങ്ങോട്ട് തിരിയണമെങ്കിൽ ഇതിലെ അല്ലാണ്ട് പിന്നെ ഏതിലെ വന്നേന്ന് ചോദിച്ചു. കാരണം 1.5-2 ബർലാങ് റിലേ പോയി ഓടിച്ച് പോന്നതാണ്. അവിടെയൊക്കെ ദൈവം കാത്ത് ദൈവം പരിപാലിച്ചു. ആ ദൈവത്തിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കൂട്ടായ്മ ദൈവത്തോട് ചേർന്ന് നിന്നാണ് പ്രവർത്തിക്കുന്നത്. അവിടെയൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ എല്ലാ മക്കളുടെ ജീവിതത്തിലേക്കും കിട്ടും. ഒരിക്കലും നമ്മളെ ദൈവം ചെറുതാവാൻ സമ്മതിക്കത്തില്ല. ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മളെ ഒരിക്കലും കൊച്ചാക്കില്ല. ദൈവത്തിന് ജീവിതം കൊടുക്കുക. അമ്മ പ്രാർത്ഥിച്ചതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ദൈവനാമം മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെ ജീവിക്കാനുള്ള ആ വലിയ അഭിഷേകം എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മക്കളും അനുഗ്രഹിക്കട്ടെ.
കടന്നു വരുന്ന കൂട്ടായ്മ ശുശ്രൂഷകളൊക്കെ നമ്മുടെ തുടർന്നുള്ള പ്രാർത്ഥനകളും ഒക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി, നമ്മുടെ മഹത്വമല്ല, ദൈവനാമം മഹത്വപ്പെടുന്ന നമുക്ക് അവിടെ വലിയ ഉന്നതിയും ഉയർച്ചയും നമ്മൾ എടുത്തുയർത്തും. ആ ദൈവത്തോടാണ് നമ്മുടെ പ്രാർത്ഥനകൾ. ദൈവസമർത്ഥമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എന്തൊക്കെ സംഭവിച്ചാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് ഹബക്കൂക്ക് പ്രവാചകനിലൂടെ അറിയിച്ച നല്ല ദൈവം നമ്മുടെ സമീപസ്ഥനായി നിൽക്കുമ്പോൾ ആ ദൈവത്തോട് നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്തുതിയും ആരാധനയും കർത്താവിന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ കർത്താവെടുത്ത് ഉയർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കേരളദേശം ഒന്നാകെ 10 ദിവസം തിരുവോണം ആഘോഷിക്കുവാനുള്ള പുറപ്പാടിലാണ്. ഇന്ന് അത് 8ാമത്തെ ദിവസം. നാളെ ഉത്രാടവും പിന്നെ തിരുവോണം. നാൽക്കവലകളിലും വിദ്യാലയങ്ങളിലും സമസ്ത മേഖലകളിലും തിരുവോണത്തിൻ്റെ ശബ്ദതരംഗങ്ങളാണ്. കടകളിൽ, പട്ടണങ്ങളിൽ എവിടെയും ഇത് തന്നെയാണ്. ഓണക്കോടി മേടിക്കൽ, മുറ്റത്ത് പൂക്കളം തീർക്കൽ, പല പരിപാടികൾ. നമ്മുടെ ഈ പ്രായത്തിലേക്കുള്ള കൊച്ചുകുട്ടികൾ ആ ഓണത്തിൻ്റെ തിമിർപ്പിലാണ്. അതിനെല്ലാം അപ്പുറം ഈ തിരുവോണത്തിൻ്റെ ആഘോഷം കാലാകാലങ്ങളായിട്ട് കേരളത്തിൻ്റെ പൈതൃകമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ആഘോഷ പരിപാടിയാണ്. അസുരഗണത്തിൻ്റെ രാജാവും മഹാബലിയുടെ ഉപദേശകനുമായ ശുക്രാചാര്യൻ പലതവണ മഹാബലിയോട് പറഞ്ഞു, ഇത് മഹാവിഷ്ണുവിൻ്റെ പരീക്ഷണമാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ആരുടെ മുമ്പിലും തല ചായ്ക്കരുത്. ഇത് ഐതിഹ്യങ്ങളാണ്, ഇത് കഥകളാണ്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഓളപ്പരപ്പിൽ നിന്നും നമ്മൾ മാറി ഈ ഒരു കൊച്ചു കൂട്ടായ്മയിലേക്ക് വന്ന് സത്യദൈവത്തെ ആരാധിക്കുവാൻ, അവനെ ഒരു നിമിഷം സ്തുതിക്കുവാൻ, പാടിപ്പുകഴ്ത്തുവാൻ, ആ തിരക്കിൽ നിന്നും എല്ലാം വിട്ട് വിവേകത്തോടു കൂടി നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളൊരു ക്രൈസ്തവൻ എന്ന നിലയ്ക്ക് മറ്റ് ഒരു ദൈവങ്ങളെയും ആരാധിക്കുന്നില്ല. കഥകളിലും ഐതിഹ്യങ്ങളിലും ഒന്നും നമ്മൾ മനസ്സ് വയ്ക്കുന്നില്ല, നമ്മുടെ ചിന്തകൾ പോകുന്നില്ല. ഈ സായം സന്ധ്യയിൽ അതിൽ നിന്നെല്ലാം വിട്ടുമാറി ഇന്ന് ഈ തമ്പുരാൻ നമുക്ക് ഒരുക്കി തന്ന ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, യഥാർത്ഥത്തിൽ പൂർണ്ണ ഹൃദയത്തോട് കൂടിയിട്ടാണോ നമ്മൾ ഈ നിമിഷം ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഇരിക്കുക? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മനനം ചെയ്യാം. ഒരു നിമിഷം നമ്മൾ നമ്മളിലേക്കൊന്ന് ചുരുങ്ങുക. കോരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തില് 13-ാം അധ്യായം, 1 കോരിന്ത്യസിലെ 13-ാം അധ്യായത്തില് സ്നേഹത്തെക്കുറിച്ച് തമ്പുരാൻ പറഞ്ഞു വെക്കുകയാണ്. നമ്മളൊരു മനുഷ്യൻ എന്ന നിലയിൽ, നമ്മളിലൊരു ദൈവാംശം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഒരിക്കലും നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തിരക്കിലും നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ ബാഹ്യമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ കടന്നുകൂടുമ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് പറ്റുന്നില്ല. പക്ഷെ ദൈവം പറയുകയാണ്, നിന്റെ പാപങ്ങളെ ഞാൻ ആഴിയുടെ അഗാധങ്ങളിലേക്ക് തൂത്തെറിയും. നിന്റെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അത് മഞ്ഞ് പോലെ വെളുക്കും. അപ്പോൾ ഇന്ന് ഈ നിമിഷം നമ്മൾ പാപത്തിന്റെ അവസ്ഥയിലാണ് ദൈവത്തെ ആരാധിക്കാൻ കൂടിയിരിക്കുന്നെങ്കിൽ പോലും തമ്പുരാൻ നമ്മുടെ പാപങ്ങളെ മോചിപ്പിക്കാൻ തയ്യാറായിട്ടായിരിക്കുക. ഏക സത്യദൈവത്തെ ആരാധിക്കുവാൻ മറ്റ് ഹൈന്ദവ, ഇസ്ലാമിക, ക്രൈസ്തവ, പാഴ്സി, സിഖ്, ജൈന പല പല മതവിഭാഗങ്ങളുമുണ്ട്. പക്ഷെ എല്ലാം ഒന്നല്ല എന്നാണ് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. യേശുവാണ് ഏക രക്ഷകനെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഓണത്തിന്റെ ഈ ആഘോഷത്തിമിർപ്പിലും അത് മാറ്റിവെച്ചുകൊണ്ട് സത്യദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുക.
അതുകൊണ്ട് പൂർണ്ണമായും നമുക്ക് ദൈവത്തെ ആരാധിക്കണം. നമ്മളുള്ള എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കണം. അതുകൊണ്ട് കൊരിന്ത്യർക്ക് ലേഖനം നമുക്ക് ഒന്ന് മനനം ചെയ്യാം. അതിനകത്തേക്ക് പൂർണ്ണമായിട്ട് നമ്മൾ കിടക്കുന്നില്ല, സമയത്തിന്റെ പരിമിതിയെല്ലാം നമ്മൾ നോക്കണം. അതിനകത്ത് പറയുകയാണ്, ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. എന്താണ്? മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. ഞാൻ എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സർവസമ്പത്ത് ദാനം ചെയ്താലും എന്താണ്? ഞാൻ ഒന്നുമല്ല, എനിക്കൊരു പ്രയോജനമില്ല. ഈശോ അങ്ങനെ പറയും. പക്ഷെ നമ്മളിലുള്ള സ്നേഹം യഥാർത്ഥത്തിൽ ഉള്ള സ്നേഹമായിരിക്കണം. ഭവനങ്ങളിൽ നമ്മൾ സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കളെ, കൂടപ്പിറപ്പുകളെ, കൂട്ടുകാരെ എല്ലാം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിലുള്ള സ്നേഹം നമുക്ക് നിലനിർത്താനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് വചനത്തിൽ ഇപ്രകാരം പറഞ്ഞു വച്ചത്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ പറ്റാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? വചനങ്ങളുടെ ആഴങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. പക്ഷെ നമ്മളെ തന്നെ ഒന്ന് മനനം ചെയ്യണം. അങ്ങനെ ഒരു പൂർണ്ണ ഹൃദയത്തോട് കൂടിയിട്ട് നമ്മൾ ആരാധനയിലേക്ക് കടന്നു വരണം. അതിന് ആദ്യം തന്നെ ജോയ് ബ്രദർ പറഞ്ഞതുപോലെ ഹൃദയം തുറന്നതിന് ശേഷം അതരം തുറക്കണം. നമ്മള് ഇതുപോലൊരു സാഹചര്യത്തിൽ ഒച്ച വെച്ച് ഹല്ലേലൂയ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ ദൈവത്തിന്റെ കരുണ ഇറങ്ങി വല്ലെന്ന് നിർബന്ധമൊന്നുമില്ല. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി നമ്മൾ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക എന്ന് പറയുക തമ്പുരാൻ നമുക്ക് ഭൂമിയിൽ നിവർത്തിക്കാൻ തന്നിരിക്കുന്ന നമ്മുടെ ജോലി മേഖലകളാണ്. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവര് ആ പഠനം അത് ഭംഗിയായിട്ട് നിർവഹിക്കുമ്പോഴാണ് അതിൽ ആത്മീയതയും ദൈവത്തിനുള്ള ആരാധനയും അർപ്പിക്കപ്പെടുക. ഏത് ജോലിയാണോ നമ്മൾ ചെയ്യുക അതിന് അർപ്പണബോധത്തോട് കൂടിയിട്ട് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയം ആരാധനയും കടന്നു വരിക. അനുദിന ബലികളിലോ അല്ല എങ്കിൽ ഇതുപോലുള്ള ശുശ്രൂഷകളിലോ മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തമ്പുരാൻ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജീവിതം ഏതാണോ അതിനകത്ത് സത്യവും നീതിയും വർത്തിക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റണം. നമ്മളിപ്പോ ഇതുപോലെ മൈക്കിന്റെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ ഒരുപാട് പറയാമെങ്കിലും കേവലം മനുഷ്യനെന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലും അപാകതകൾ, ന്യൂനതകളുണ്ട്. എല്ലാവരിലും കാണാനാണ് സാധ്യത. അതുകൊണ്ടൊരു മാനസാന്തര അനുഭവത്തോടു കൂടി ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കും. അത് പൂർണ്ണ ഹൃദയത്തോടു കൂടിയിട്ടായിരിക്കണം. ഒലിവുമലയിലേക്ക് ഈശോ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു ചെല്ലുമ്പോ ഈശോയ്ക്ക് ഒരു പക്ഷേ അറിവുണ്ടാവുകയില്ല. പ്രാർത്ഥന മുറുകുമ്പോ എൻ്റെ രക്തധമനിയിലൂടെ രക്തം കിനിയുമെന്ന് ഈശോയ്ക്ക് ആ ഒരു ചിന്ത ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവില്ല. രണ്ടും കൽപ്പിച്ചാണ് തമ്പുരാൻ പിതാവ് കൊടുത്ത ദൗത്യം, രക്ഷാകര ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഗെത്സമനിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ അവൻ മുട്ടുകുത്തിയത് ഈശോ എന്ന് ഓർക്കണം. പരിശുദ്ധ അമ്മയുടെ ഉദരത്തില് ഉത്ഭവിച്ചവർ. കേവലം മനുഷ്യ ജീവിതത്തിൽ, മനുഷ്യ ബീജത്തിൽ ജനിച്ച നമ്മള്, മനുഷ്യ രക്തത്തിൽ ജനിച്ച നമ്മള് അപ്പോൾ എങ്ങനെയാകും? മാനസിക നിലയിൽ വന്ന വ്യതിയാനം, അവന്റെ സങ്കടങ്ങള് അത് രക്തമായിട്ട് പുറപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് ദൂതൻ വന്ന് അവനെ ശക്തിപ്പെടുത്തി. ഈ കൂട്ടായ്മയിലും നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളിലേക്ക് ദൈവത്തിന്റെ ദൂതൻ വന്ന് നമ്മളെ ശക്തിപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിലും അത് തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു നിമിഷം മുട്ടുകുത്താം. ഒലിവുമലയില് കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോട് കൂടി ചുരുങ്ങിയ നിമിഷങ്ങള് നമുക്ക് ഒന്ന് പ്രാർത്ഥനയിലായിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം തിരുവചനം വിശുദ്ധ ലിഖിതങ്ങളുടെ സുവർണ ലിപികൾ, രക്ഷാകര ദൗത്യത്തിന്റെ പൂർത്തീകരണം. ആകാശത്തിലും ഭൂമിക്കും മധ്യേ കാരിരും ബാണികളാല് ക്രൂശിൽ തറയ്ക്കപ്പെട്ട തമ്പുരാൻ
ഇരുകരങ്ങളും ഇടം വലം വിരിച്ചു പിടിച്ച് എപ്പോഴെങ്കിലും എന്റെ ദൈവമേ, എന്റെ കർത്താവേ എന്ന് വിളിച്ച് നീ എന്റെ ചാരത്തേക്ക് ഓടി വരുമെന്നുള്ള പ്രത്യാശയോടുകൂടി അവസാന നിമിഷത്തിലും കാൽവരിയിൽ കുരിശിൽ കിടക്കുന്നവൻ. ആർക്കു പറ്റും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ? ജോയൽ പ്രവചനത്തിൽ പറഞ്ഞു വെക്കുകയാണ്, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും അനുതാപത്തോടും കൂടെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിലേക്ക് തിരിച്ചു വരുവിൻ. നിന്റെ വസ്ത്രമല്ല, ഹൃദയമാണ് കീറേണ്ടത്. എന്തെന്നാൽ ഞാൻ ഉദാരമതിയും ക്ഷമാശീലനും സ്നേഹസമ്പന്നനും ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ്. ഏത് പാപത്തിന്റെ ബന്ധനത്തിലാണോ ഇതൊന്നും ഈ സമയം നമ്മൾ മുഖവിലക്കെടുക്കുന്നില്ല, മറിച്ച് നമ്മുടെ കരം പിടിക്കുന്ന കർത്താവ് അവൻ കാൽവരിയിൽ മരണത്തോട് മല്ലടിച്ച് പിടയുന്ന ഹൃദയത്തോടെ അവൻ നുറുങ്ങിയ മനസ്സോടുകൂടി നോക്കുകയാണ്, ആരെങ്കിലും എന്റെ കുരിശിന് താഴെ നിൽപ്പുണ്ടോ? എന്റെ തിരുരക്തത്താലൊന്ന് നനയുവാൻ, സർവസിരകളിലും കോശങ്ങളിലും ഉച്ചി മുതൽ ഉള്ള കാല് വരെ ഒന്ന് കഴുകി വെടിപ്പാക്കുവാൻ ആരെങ്കിലും എന്റെ ചാരത്ത് ഉണ്ടോ? തിരിയണം. പൂർണ്ണമായും നമ്മുടെ ദൈവത്തിലേക്ക് തിരിയണം. നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി ഒരു നാമം മാത്രമാണ് നൽകപ്പെട്ടിരിക്കുക. വീട് പണിക്കാരായ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ മൂലക്കല്ലാണ് യേശു. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു നാമമല്ലാതെ. അതുകൊണ്ട് കണ്ണുകളെ നമുക്ക് അടയ്ക്കാം, ഹൃദയത്തെ നമുക്ക് തുറക്കാം. കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിക്കുവാനായി ക്രൂശിൽ കിടക്കുന്ന തമ്പുരാന്റെ പിടയ്ക്കുന്ന ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനനാണ്. കർത്താവേ, പാപച്ചേറ്റിലാണ് എന്റെ ജനനം. കർത്താവേ, എന്നെ രക്ഷിക്കണമേ. കർത്താവേ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തില് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. ഒന്നും ചെയ്തില്ലെങ്കിലും മക്കളെ, ദൈവനാമം ഉരുടുവാനെങ്കിലും നമ്മുടെ നാവിനെ ചലിപ്പിക്കാൻ തക്ക വിധത്തിൽ പ്രാപ്തി ഉണ്ടാകണം. വചനം പ്രഘോഷിക്കുവാൻ നമുക്ക് ധൈര്യമുണ്ടാകണം. അവിടെ നിന്നല്ലാതെ നമുക്ക് രക്ഷയില്ല. കർത്താവിന്റെ കരത്തിൻ കീഴിൽ എളിമയോടുകൂടി നിൽക്കുവിൻ. തക്ക സമയത്ത് നിന്നെ ഞാൻ ഉയർത്തും എന്നരുളി ചെയ്ത കർത്താവ്. ജീവിതത്തില് ഒരുപാട് ക്ലേശങ്ങളുണ്ട്. രോഗത്തിന്റെ ബന്ധനത്തിലാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, പ്രാർത്ഥിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നമ്മൾ കേവലം മനുഷ്യരായതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങള് ആ വിധമെല്ലാമാണ് കടന്നു പോകുന്നത്. എന്നാൽ നമുക്ക് വ്യക്തമായിട്ടറിയാം, നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി ഇരുകരങ്ങളും ഇടം വലം വിരിച്ചു പിടിച്ച് നമുക്ക് വേണ്ടി മരിക്കുവാൻ മരണമേറ്റെടുത്തിരിക്കുന്ന നമ്മുടെ കർത്താവ് അവനോടാണ് നമ്മുടെ പ്രാർത്ഥന, അവനോടാണ് നമ്മുടെ യാചന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി കൊച്ചു കൂട്ടായ്മയെയും ഈ ദാസന്മാരെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ വചനം എവിടെയെല്ലാം മുറിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം കടന്നു പോകുന്ന നന്മകള് അപ്പസ്തോലന്മാർ ഏക മനസ്സോടുകൂടി മർക്കോസിന്റെ മാളികയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ പരിശുദ്ധാത്മാവ് അഗ്നിയുടെ രൂപത്തിൽ വന്നവരെ ശക്തിപ്പെടുത്തിയതെല്ലാം നമുക്ക് ഓർമ്മയുള്ളതാണ്. എന്നതുപോലെ തന്നെയാണ് അവന്റെ നാമം അനുസ്മരിക്കുന്ന ഇടത്തെല്ലാം നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വന്നു നിറയുക. ആത്മാവ് നമ്മളിൽ പറയുക,
വചനം ഇപ്രകാരം പറയുന്നില്ലേ നമ്മളോട്? ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ കൽപ്പിച്ചു, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം നിങ്ങൾ കാത്തിരിക്കുവിൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ നിറയുന്നത് വരെ നിങ്ങൾ പട്ടണം വിട്ട് പുറത്തു പോകരുത്. നമ്മൾ ഇന്ന് ഈ സായം സന്ധ്യയില് ഇത്രയും ആളുകള് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അവനെ ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, അവന് സ്തുതികൾ അർപ്പിക്കുമ്പോൾ, വചനങ്ങൾ വിചിന്തനം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോട് കൂടിയിട്ടാണ്. അപ്പോസ്തല പ്രവർത്തന 4-ാം അധ്യായത്തിന്റെ 30-ാം തിരുവചനം ഇവിടെ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നതിലല്ല, ഇവിടെ ഒരു കൂട്ടായ്മ പ്രാർത്ഥിക്കുന്നതിലല്ല, മറിച്ച് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ ആണിപ്പാടുള്ള കരങ്ങൾ നമ്മുടെ ശിരസിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ പതിക്കുമ്പോഴാണ് അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുക. ഒരച്ഛൻ പ്രസംഗിച്ചത് കൊണ്ടോ ഒരാത്മായം പ്രസംഗിച്ചത് കൊണ്ടോ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ യേശുവിന്റെ നാമത്തിൽ, അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ യേശുവേ നിന്റെ ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടണമേ. നീ കൂട്ടായ്മയിൽ നമ്മൾ അവന്റെ തിരുസന്നിധിയിൽ മുട്ടിന്മേലായിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളിലേക്ക്, നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക്, നമ്മുടെ രോഗപീഠകളിലേക്ക്, നമ്മുടെ ഭവനമില്ലായ്മയിലേക്ക്, സാമ്പത്തിക കടബാധ്യതകളിലേക്ക്, കൂട്ടായ്മ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന സമസ്ത മേഖലകളിലേക്കും, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കന്മാർ, മക്കളില്ലാത്ത ദമ്പതിമാർ, ഭവനരഹിതർ, നിരാലംബർ, കടബാധ്യതയുള്ളവർ, പല പല മേഖലയിൽ കൂടി വ്യാപിക്കുന്നവർക്ക് വേണ്ടിയിട്ട് യേശുവിന്റെ നാമത്തില് ഈ ഒരു കൊച്ചു കൂട്ടായ്മ ഇന്ന് ഒരുമിച്ച് വേണ്ടി അവർക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് ഗച്ചമിൽ, അത് ഒലിവുമലയിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി, നമ്മുടെ പാപരഹിതമായ ജീവിതത്തിന് വേണ്ടിയിട്ട് നിത്യതയിലേക്കുള്ള നന്മയിലേക്കുള്ള നയിക്കലിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ആ ഒരു അതേ അവസ്ഥയിൽ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞു മക്കളും, ഈ ബലഹീനരും, ഈ പ്രായം ചെന്നവരും, ഈ പാപികളും ബലഹീനരും ഇന്ന് മുട്ടിന്മേൽ നിന്ന് ആർക്കെല്ലാം വേണ്ടി വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നുവോ ആ മേഖലകളിലേക്കെല്ലാം ദൈവത്തിന്റെ കരുണ വ്യാപിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 30-ാം തിരുവചനം തമ്പുരാൻ നമുക്ക് നൽകിയ വചനം, തിരുവചനം. നോക്കണം, നമ്മുടെ കർത്താവ് ആര് നമ്മളെ തള്ളിപ്പറഞ്ഞാലും, നമ്മൾക്ക് ആര് തന്നെ ഇല്ല എന്ന് പറഞ്ഞാലും ഇടം വലം നമ്മളെ ചേർത്ത് പിടിക്കുന്ന കർത്താവ്. ഈശോ ചോദിച്ചു, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. സ്വന്തം രക്തത്തില് 10 മാസക്കാലം ചുമന്ന് ഈറ്റുനോവ് അനുസരിച്ച് പ്രസവിച്ച് വെച്ച അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പിന്നെ ആരെ പേടിക്കണം? ഈ കൂട്ടായ്മയില്, ഈ കാൽവരിയില്, ഈ രക്ഷാകര ദൗത്യത്തിന് വേണ്ടിയിട്ട് ക്രൂശിന്മേലായിരിക്കുന്ന കർത്താവിന്റെ ഹൃദയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ, ആർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ, നമ്മുടെ കൂട്ടായ്മ പ്രാർത്ഥിക്കുന്നുവോ, ആ ഇടങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സമയം വ്യാപരിക്കും. അത് നമ്മുടെ വിശ്വാസമാണ്, അത് നമ്മുടെ പ്രാർത്ഥനയാണ്. അതാണ് സംഭവിക്കുക. അന്യ ദൈവങ്ങൾക്ക് ആരാധന നൽകാതെ നമ്മള് വിവേകപൂർവം ഏക ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവന്റെ കരത്തിൻ കീഴിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോ അവിടേക്ക് ദൈവത്തിന്റെ കരുണ ഒഴുകി വരും. വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ പാപികളാണ്, സമസ്ത മേഖലകളിലും ഞങ്ങള് അപഹാസ്യരാണ്, ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും പരാജയത്തിലാണ്. എന്നാൽ തന്നെയും കർത്താവേ, നിന്റെ നാമമാണല്ലോ ഞങ്ങൾ വഹിക്കുക. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ നിറവിൽ ഏകകണ്ഠമായി ഏകസ്വരത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും, ഏത് മേഖലകൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ ആ മേഖലകളിലേക്കെല്ലാം ദൈവത്തിന്റെ ആത്മാവ് ഈ നിമിഷം വ്യാപരിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് അപേക്ഷിക്കാം.
പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ അപേക്ഷകൾക്ക് ഉത്തരം കിട്ടും. ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്ത് ഞാൻ നിങ്ങൾക്ക് നൽകും. പക്ഷേ അടുത്ത വരിയിൽ എടുത്തു ചോദിക്കുകയാണ്, ഇതുവരെ നിങ്ങളൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. കഴിഞ്ഞ കൂട്ടായ്മയിലും അല്ലെങ്കിൽ നമ്മൾ ജനിച്ച നാൾ മുതൽ ഈ സമയം വരേക്കും നമുക്ക് പലതും നമ്മൾ ചോദിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പൊ യേശു പറയുകയാണ്, എന്റെ നാമത്തിൽ നിങ്ങളൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിറഞ്ഞു നിന്ന് നമുക്ക് യാചിക്കാം, അവരോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഉറപ്പാണ്, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള വിശ്വാസം, ഇതെല്ലാം നമ്മളിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ചുരുങ്ങിയ സമയം പ്രാർത്ഥനകളോടുകൂടി ദൈവത്തോട് ചോദിക്കാം. നമ്മളെ വ്യക്തിപരവും കൂട്ടായ്മയ്ക്ക് വേണ്ടിയതും ആത്മീയ ഭൗതികമായിട്ടുള്ള ഓരോ ആവശ്യങ്ങളും ഇന്ന് ദൈവനാമത്തില് പറഞ്ഞു വെക്കുന്നു. ഇവിടെ പറഞ്ഞു പോയ തിരുവചനങ്ങളെല്ലാം അത് ആത്മാവും ശക്തിയും ജീവനുമുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വരുന്ന വേളാങ്കണ്ണി യാത്ര പല തലത്തിലുള്ളവര്, പല നിയോഗങ്ങളായിട്ട് കടന്നു വരുന്നവര്, ഇപ്പോൾ തന്നെ കൂട്ടായ്മയോട് വ്യക്തിപരമായിട്ടും അല്ലാതെയും ചോദിച്ചു വച്ചിരിക്കുന്ന ഒരുപാട് പ്രാർത്ഥനാ നിയോഗങ്ങള് നമുക്ക് വ്യക്തമായി അറിയാമല്ലോ. നമ്മുടെ കൂട്ടായ്മയില് ആരാണ് ഒരു നിയോഗം പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ടുള്ളത്? ഈശോയും ഇത് തന്നെ ചോദിക്കുന്നത്. ദൈവനാമം വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാളിലേക്ക് പരിശുദ്ധാത്മാവ് തീനാളങ്ങളുടെ രൂപത്തിൽ അപ്പോസ്തലന്മാരുടെ മേൽ ആവസിച്ചപ്പോഴാണ് അവർ പൂർവാധികം ശക്തിയുള്ളവരായി മാറിയത്. ബലഹീനരായിരുന്ന നമ്മളെ പോലെ അശക്തരായിരുന്നവരെ എന്നാൽ സ്വർഗത്തിൻ്റെ അഗ്നി അവരെ ഉറകൂട്ടുകയാണ്, ശക്തീകരിക്കുകയാണ്. തീ പോലെ ദൈവത്തിൻ്റെ ആത്മാവ് തീ പോലെ ഇറങ്ങി വന്ന് അവരുടെ മേൽ ആവസിക്കുന്നു. അത് നമ്മുടെ ചങ്കിൻ്റെ ഉള്ളിലേക്ക് നേറ്റെടുത്തി കണ്ണുകളെ അടച്ചിട്ട് ആ രംഗം ഒന്ന് വിഷ്വലൈസ് ചെയ്ത്, ഒന്നും അറിയാത്തവരെ, ഒരു ജ്ഞാനമില്ലാത്തവരെ, പ്രത്യേകിച്ച് ഒത്തിരി ബുദ്ധിയോ വിവേകമോ ഒന്നുമില്ലാത്ത കുറച്ച് മുഖവന്മാര് ഒരു 3 വർഷക്കാലം ഗുരുവിൻ്റെ കൂടെ നടന്നു, എന്തൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ചു, പക്ഷെ ഒന്നും ഹൃദയത്തിലില്ല. അവര് ഇതാ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയാണ്. അല്ല, അവരൊരുമിച്ച് കൂടി പ്രാർത്ഥിച്ചതല്ല, അവരെ അമ്മ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിപ്പിക്കുകയാണ്. അമ്മയായിരുന്നു ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡർ. അമ്മയുടെ നേതൃത്വത്തിൽ അവർ ശക്തമായിട്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. അപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവരിലേക്ക് ശക്തമായിട്ട് ഇടിച്ചിറങ്ങുക. ആ ആത്മാവിൻ്റെ അഭിഷേകം
ഈ അഭിഷേകം നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചാൽ മാത്രമേ ദൈവഹിതം തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ നന്മ ഏത്, തിന്മ ഏത്, തിരഞ്ഞെടുക്കേണ്ട വഴി ഏത് വഴിയിലൂടെ ഞാൻ പോകണം, ഇത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ കൃത്യമായിട്ട് ദൈവാത്മാവിന്റെ ശക്തമായ അഭിഷേകം നമ്മിൽ നിറഞ്ഞു നിൽക്കണം. ഒരു ജ്വലനം നമ്മിൽ ഉണ്ടാകണം. ആ ജ്വലനത്തിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്കത് കരങ്ങൾ ഉയർത്താം. കേട്ട വചനത്തിന്റെ ഒക്കെ ആ അഭിഷേകം നമ്മിൽ നിറയട്ടെ. ദൈവത്തിന്റെ ശക്തി നമ്മിൽ വന്ന് നിറയട്ടെ. പരിശുദ്ധ അമ്മ ഇതാ നമ്മുടെ കൂട്ടായ്മയിൽ സജീവ സാന്നിധ്യത്തോടെ അമ്മയായിരിക്കുന്നു. അമ്മയോട് ചേർന്ന് ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി അമ്മ മാതാവേ, പരിശുദ്ധാത്മാവിന്റെ ഈ അഭിഷേകത്തിന് നിറവിന് വേണ്ടി അമ്മ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പോലെ ഇറങ്ങണമേ പരിശുദ്ധാത്മാവേ. 4 ദിക്കുകളിൽ നിന്ന് വീശി അടിഞ്ഞ് പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ശക്തമായി ഞങ്ങളിൽ വന്ന് നിറയണമേ. അഭിഷേകമായി ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളുടെ ബലഹീനതകളിലേക്ക്, ഞങ്ങളുടെ കുറവുകളിലേക്ക് പരിശുദ്ധാത്മാവേ ശക്തമായി ഇറങ്ങി വരണം. അപ്പോസ്തലന്മാരെ എങ്ങനെ ശക്തീകരിച്ചു അതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും ഇപ്പോൾ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ അസ്വസ്ഥത നിറഞ്ഞ മനസ്സിലേക്ക്, ശാരീരിക രോഗപീഡനങ്ങളുള്ള ഞങ്ങളുടെ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവേ ഇപ്പോൾ അവിടുത്തെ അഭിഷേകമായി ശക്തിയായി വന്ന് നിറയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ തടസ്സമുള്ള മേഖലകളിലേക്ക് ദൈവത്തിന്റെ ശക്തിയെ പരിശുദ്ധാത്മാവേ ശക്തമായിട്ട് ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു കർത്താവേ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ശക്തമായി ശക്തമായി നമ്മൾ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ശക്തമായിട്ട് കരങ്ങളടിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ശക്തമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പോലെ ഇറങ്ങണമെന്ന്, ഈ പോലെ ഭക്തി പടരണം ചൊലിക്കുന്ന മക്കളായി മാറണം. ആത്മാവിൽ ചൊലിക്കുന്ന മക്കളായി, കൂടാതെ ആത്മാവിൽ ചൊലിക്കുന്ന മക്കളായി കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാൻ, കർത്താവിന് സാക്ഷ്യം വഹിക്കുവാൻ ഓരോ സ്ത്രീകായെ പോലെ, മറ്റോ സ്ത്രീകായെ പോലെ നമുക്ക് കഴിയണം. അതിനാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, ശക്തീകരിക്കണമേ. ഈ അന്ത്യനാളുകളുടെ അഭിഷേകം, ഈ അന്ത്യനാള ശുശ്രൂഷകളിലേക്ക് അഭിഷേകമായി അവർ നിറങ്ങി വരണമേ. അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം അന്ത്യകാല ശുശ്രൂഷയിൽ എല്ലാ മനുഷ്യരുടെ മേലും കൊയ്ത്തുകാല സമയമല്ലോ, പരിശുദ്ധാത്മാവേ ഞങ്ങൾ ശക്തമായി വന്ന് നിറഞ്ഞ് ഞങ്ങളെ അവിടുത്തെ ദാസരാക്കി മാറ്റണമേ, ശുശ്രൂഷകരാക്കി മാറ്റണമേ, ധീര സാക്ഷികളാക്കി മാറ്റണമേ. കൊയ്ത്തുകാല സമയം ഇതാ അടുത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ നിറഞ്ഞിരിക്കുന്ന അവസ്ഥ ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയില്ലേ? ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആത്മാവ് അത്
ധീരതയുടെ ആത്മാവാണ്, ശക്തിയുടെ ആത്മാവാണ്, അത് അഭിഷേകത്തിന്റെ ആത്മാവാണ്, ജ്വലിപ്പിക്കുന്ന ആത്മാവാണ്, അത് സുഖപ്പെടുത്തുന്ന ആത്മാവാണ്, കെട്ടുകളെ അഴിക്കുന്ന ആത്മാവാണ്, വിടിവിക്കുന്ന ആത്മാവാണ്, തഴക്കദോഷങ്ങളെ എടുത്തു മാറ്റുന്ന ആത്മാവാണ്, നമ്മുടെ ആന്തരിക മുറിവുകളെ സുഖപ്പെടുത്തുന്ന ആത്മാവാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ആത്മാവിനാലാണ് നമ്മൾ നിറഞ്ഞിരിക്കുക. ഈ ആത്മാവാണ് നമ്മളെ നയിക്കേണ്ടത്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പൂർണ്ണമായിട്ടും അങ്ങിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങല്ലാതെ മറ്റൊരു ആശ്രയം ഞങ്ങൾക്കില്ല, മറ്റൊരു ശക്തീകരണം ഞങ്ങൾക്കില്ല, ആരിലും ഞങ്ങൾക്ക് ആശ്രയിക്കാനില്ല. ബലപ്പെടുത്തുന്നവൻ അവിടുന്നാണ്, അവിടുന്നാണ് ബലവാനായ ദൈവം, ശക്തീകരിക്കുന്ന ദൈവം. ആത്മാവേ, നിന്റെ കുഞ്ഞുങ്ങളെ നീ കാണണമേ. ആത്മാവേ, നിന്റെ മക്കളിലേക്കൊന്ന് നോക്കണമേ. ആത്മാവേ, നിന്റെ മക്കളെ ശക്തീകരിക്കണമേ. ഒത്തിരി ശാരീരിക മാനസിക അസ്വസ്ഥതയുള്ള മക്കളുണ്ട്, ഹൃദയത്തിൽ ഭാരങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന മക്കളുണ്ട്, വലിയ മുറിവുകളേറ്റ മക്കളുണ്ട്, ഇപ്പോഴും വലിയ ദുഃഖഭാരത്തിലായിരിക്കുന്ന മക്കളുണ്ട്, മുമ്പോട്ട് പോകുവാൻ കഴിയാതെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ, കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ. ആത്മാവേ, നീ അഴിക്കണമേ നിമിഷം. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഏറെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ആത്മാവേ, അങ്ങനെയുള്ള മക്കളിലെല്ലാം നീ ഇപ്പോൾ ഇറങ്ങി വരണം. ശിരസ് മുതൽ പാദം വരെ വന്ന് നിറയുന്ന അനുഭവം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക്, ഹൃദയാന്തര ഭാഗത്തേക്ക് അഭിഷേകമായി അവിടുന്ന് ഒന്ന് ഇറങ്ങി വരണമേ ആത്മാവേ. ഞങ്ങളെ ഒന്ന് സ്പർശിക്കണമേ ആത്മാവേ. ആത്മാവേ, യേശുവിന്റെ ആത്മാവേ, യേശുവിനെ മരിച്ചവരുടെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ അവന്റെ ആത്മാവിനാൽ അവൻ ജീവിപ്പിക്കും, അവൻ ഉയർപ്പിക്കും, ജീവനിലേക്ക് ഉയർത്തും. ഓ ആത്മാവേ, ജീവിതത്തിലേക്ക്, ജീവനിലേക്ക്, പ്രത്യാശയിലേക്ക്, നിത്യതയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. വിശുദ്ധ അമ്മ സമർപ്പിച്ചതുപോലെ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. അപ്പോസ്തലന്മാര് വാളിന്റെ മുൻപിലേക്ക് തലനീട്ടിക്കൊടുത്തപ്പോൾ അവരെ ശക്തീകരിച്ചത് പരിശുദ്ധാത്മാവേ നീയായിരുന്നു. ഞങ്ങളുടെ നാവിൽ ഒരു വാക്കെത്തുന്നതിന് മുൻപ് ഞങ്ങൾ തളർന്നു പോകുന്നു, സാക്ഷ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ആത്മാവേ, നീ ശക്തീകരിക്കണമേ, നീ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങളിൽ ഞങ്ങൾ പലപ്പോഴും തളർന്നു പോകുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞങ്ങൾ പലപ്പോഴും മന്ദീഭവിച്ച അവസ്ഥയാണ്, തണുത്തുറഞ്ഞു പോയ അവസ്ഥയാണ്, പുറകോട്ട് പോകുന്ന അവസ്ഥയാണ്. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉണർത്തണമേ, ഞങ്ങളെ ഉണർത്തണമേ. ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ ഉണർന്നാൽ മാത്രമാണ്, ഞങ്ങൾ ഉണർന്നാൽ മാത്രമാണ് ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ രാജ്യം ഉണരുകയുള്ളൂ. ആത്മാവേ, ആത്മാവേ, ഞങ്ങളെ ഉണർത്തണമേ, കൊച്ചു കൂട്ടായ്മയെ ഉണർത്തണമേ. വലിയ ബോധ്യങ്ങൾ എല്ലാ ഹൃദയങ്ങളിലോടും നിറയ്ക്കണമേ. ധീരതയുടെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, ഏതെങ്കിലും വിധത്തിലുള്ള ഭയം കൂട്ടായ്മയിൽ ഏതെങ്കിലും മക്കളെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ സഭാ നേതൃത്വത്തിൽ നിന്ന് വരുന്ന ഭയം, സഭാ നേതാക്കന്മാരിൽ വരുന്ന ഭയം, ആത്മാവേ, ആത്മാവേ, സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. ധീരതയോടെ നിൽക്കുവാൻ, ശക്തിയോടെ നിൽക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ഓ പരിശുദ്ധാത്മാവേ, ഏറ്റവും പ്രാർത്ഥിക്കുന്ന ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഓ
പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയിൽ എഴുന്നള്ളി വരണമേ, എന്നിൽ വന്ന് നിറയണമേ, എന്നെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ സഭയെ, ഞങ്ങളുടെ കൂട്ടായ്മയെ, ശുശ്രൂഷ ജീവിതത്തെ, സാക്ഷ്യ ജീവിതത്തെ അഭിഷേകം ചെയ്യണമേ, ശക്തീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. ഇരിക്കാം. വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം 12-ാം തിരുവചനം പ്രകാരം പറയുകയാണ്. വെളിപാട് 22:12. ഇതാ ഞാൻ വേഗം, എന്താ പറയുന്നത്? ഇതാ ഞാൻ വേഗം വരുന്നു, എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് നമുക്ക് വായിക്കാം, അല്ലേ? വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ വ്യക്തമായിട്ട്. പരിശുദ്ധാത്മാവ് വലിയ സ്ക്രീനൊക്കെ ഇവിടെ പിടിപ്പിച്ചു തന്നിരിക്കുകയാണ് എല്ലാവർക്കും വചനം പഠിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? എത്ര അകലിയിരുന്നു വചനം പഠിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒത്തിരി പേരൊന്നും കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുറച്ച് ഒരു 3 മിനിറ്റ് മുമ്പ് പരിശുദ്ധാത്മാവ് പറഞ്ഞു ചിലരൊക്കെ ഭയത്തിന്റെ ബന്ധനത്തിൽ അവരാത്തതെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭാ മേലധികാരികളെയൊക്കെ ഭയന്നിട്ട് വരാത്തവരാണെന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമനും ഒടുവിലത്തവനും ആദിയും അന്തവും. ഹല്ലേലൂയ. തുടക്കവും ഒടുക്കവും ആരാണ്? ഈ ആത്മാവാണ്. തുടക്കവും ഒടുക്കവും. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. തുടക്കം, വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആദിയും അന്തവുമാണ്, ഞാൻ ആദ്യത്തേതും അവസാനത്തേതുമാണ്. ഉൽപ്പത്തി തുടങ്ങി വെളിപാടിൽ വരെ പറഞ്ഞു വെക്കുകയാണ്. ഹല്ലേലൂയ. ഈ ആത്മാവ് പറയുന്നു, ഞാൻ വേഗം വരുന്നു, ഞാൻ വേഗം വരുന്നു. എന്തിനാണ് വേഗം വരുന്നത്? പ്രതിഫലം നൽകാൻ. എന്റെയും നിന്റെയും പ്രവൃത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലം നൽകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത്യനാളുകളിൽ, അവസാന നാളുകളിൽ ഒരടയാളം ഇതാണ്. ദൈവം നമുക്ക് തരുന്ന ഒരടയാളം, അഥവാ ആത്മാവ് നമുക്ക് കാണിച്ച ഒരടയാളം ഇതാണ്. ഏതാണ്? ഇതാ ഞാൻ വേഗം വരുന്നു. അപ്പോസ്തല പ്രവർത്തനം മോനെ, അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിന്റെ 17-ാം തിരുവചനം. അപ്പോസ്തല പ്രവർത്തനം 2:17. അവിടെ നമ്മൾ കാണും. എന്താ കാണുന്നത്? അവസാന നാളുകളായോ എന്നറിയാൻ ഒരടയാളം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഈ അന്ത്യ നാളുകളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കൾ, ദൈവജനം, തിരുസഭയുടെ മേൽ, മക്കളുടെ മേൽ ആത്മാവ് പറയുകയാണ്, ഞാൻ
എല്ലാവരുടെയും മേൽ വന്ന് വസിക്കും. കാരണം എന്താ? ഇത് കൃപയുടെ ന്യായപ്രമാണത്തിന്റെ കാലം കഴിഞ്ഞിട്ട് ഇതെന്താണ്? കൃപയുടെ നാളുകളാണ്. കൃപ ഇല്ലേ? മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നങ്ങളോ അല്ല, ദൈവത്തിന്റെ ദയയും കരുണയും കൃപയും ഒക്കെയാണ് നമ്മളിങ്ങനെ ആയിരിക്കുന്നത്. അല്ലേ? 9:16 അല്ലേ? റോമ 9:16 നമ്മൾ കാണുന്നില്ലേ? ഇല്ലേ? മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നങ്ങളോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിനും. അതുകൊണ്ട് ആ ആത്മാവ് പറയുകയാണ്, അവസാന നാളുകളെ കുറിച്ചൊക്കെ നമ്മൾ ഓർത്തിരിക്കുമ്പോൾ ഇന്ന് വരും, നാളെ വരും, രാത്രി വരും, കള്ളനെ പോലെ വരുമെന്നൊക്കെ ചിലരൊക്കെ ഭയപ്പെട്ടിരിക്കുമ്പോഴും ഓർത്തിരിക്കുമ്പോഴും ആത്മാവ് പറയുകയാണ്, അവസാന നാളുകളുടെ ഒരടയാളം ഇതാണ്, വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ട് എന്നാ പറയുന്നത്? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ അങ്ങ് തുറന്നാ മതി, കാണാൻ പറ്റും. 8 വയസ്സുള്ളത്, 10 വയസ്സുള്ളത്, 12 വയസ്സ്, 15 വയസ്സ്, 18 വയസ്സ് പ്രായമുള്ള മക്കളൊക്കെ പ്രവചിക്കുകയാണ്. ശുശ്രൂഷയുടെ തലത്തിൽ വലിയ സ്റ്റേജൊക്കെ കീഴടക്കിയിട്ട് ശുശ്രൂഷ എന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പിന്നെന്താ? യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ദാസന്മാരുടെയും എന്റെ ദാസന്മാരുടെയും ദാസന്മാരുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. ഇതാണ് ആ അന്ത്യ നാളുകളുടെ ഒരു അടയാളമായിട്ട് കർത്താവ് നമ്മളോട് പറയുന്നത് ഇതാണ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മൾ വന്ന് നിറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ ഓർത്തുകൊള്ളണം. വെളിപാട് 22, 12, 13 വചനത്തിലാണ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത്. പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന് അതരം തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ ഈ ഒരു ആത്മാവിന്റെ അഭിഷേകം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തുകൊള്ളണം, നമ്മൾ എവിടെ വരെയായി പോയി? സുവിശേഷത്തിൽ പോയി, ലേഖനത്തിൽ നിന്ന് പോയി, എവിടെ എത്തി? വെളിപാട് 22, 12, 13 വചനത്തിൽ ഞാനിതാ എത്തി നിൽക്കുകയാണ്. ഇതാ ഞാൻ വേഗം വരുന്നു. ഹല്ലേലൂയ. എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ട്? വേഗം വരുന്നു. എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ട്? കർത്താവ് പറയുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വരികിലെ മനു അല്ലേ, ദുബായിൽ മരിച്ച് 1 മാസത്തിന് ശേഷമാണ് ബോഡി കൊണ്ടുപോയി. അപ്പൊ ഞാനൊരു ചെറിയ പ്രസംഗം കൂടെ നടത്തി. ഈ സംഭവങ്ങളൊക്കെ കൂട്ടിച്ചേർത്താ പറഞ്ഞേ. അതിനുശേഷം മിനിയാന്ന് ഇവാഞ്ചലിക്കൽ സഭയില് അവർ ഇവാഞ്ചലിസ്റ്റ് ആണ്, ആ പരിസരത്ത് താമസിക്കുന്നവരെല്ലാം. മനു ഞങ്ങളുടെ യൂണിറ്റിൽ 31 വയസ്സുള്ള ചെറുപ്പക്കാരൻ. അപ്പോ ആ സമയത്ത് അവിടെ എന്റെ അയൽപക്കം എല്ലാം ഇവാഞ്ചലിസ്റ്റുകളാണ്. അപ്പൊ അവരുടെ കുന്നത്തെ ബേബിച്ചേട്ടന്റെ മകന്റെ കല്യാണം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. കുന്നത്താമാരൊക്കെ ഇവാഞ്ചലിക്കലാണ്. അവരുടെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്ന കല്യാണത്തിന് പോയി. എല്ലാവരും വന്നിട്ട് നിശ്ചയിക്കേണ്ടതെന്ന് പറയുകയാണ്, ഞങ്ങളുടെ സഭയിൽ ഇതുപോലെ ഒരു സംഭവം ഇതുവരെ കേട്ടിട്ടില്ല, ആരും പ്രസംഗിച്ചിട്ടില്ല. ഞാൻ പരമപ്രധാനമായിട്ട് പറഞ്ഞ 2 പോയിന്റ് ഇതാണ്. പ്രിയപ്പെട്ട സഹോദരൻ നമ്മിൽ നിന്ന് വേർപെട്ടു, വേദനയുണ്ട്, ശരിയാണ്, ദുഃഖമുണ്ട്. വരുന്നവരൊക്കെ കണ്ണുനീരൊഴുക്കുന്നു, വലിയ ഭാരത്തോടെ നോക്കി നിന്ന് ഇങ്ങനെ വിഷമിച്ച് പോകുന്നു. ഞാൻ ചോദിച്ചു, നമ്മൾ എത്ര പേര് തിരിച്ചറിയുന്നുണ്ട് നാളെ ഇതുപോലൊരു പെട്ടിയില് നമ്മളും കിടക്കേണ്ടവരാണ്, ഇതുപോലെ നമ്മളും കിടക്കേണ്ടവരാണ്. എത്ര പേര് ഇപ്പൊ അത് ഓർക്കുന്നുണ്ട്? എത്ര പേര് അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്? നിത്യതയ്ക്ക് വേണ്ടി എത്ര പേര് റെഡി ആയിട്ടുണ്ട്? ഒരുപക്ഷെ ഈ
ഭവനത്തിൽ നിന്ന് റോട്ടിലേക്ക് കയറുന്നതിന് മുമ്പേ കുഴഞ്ഞു വീഴാം. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. റോഡിന്റെ സൈഡിൽ എവിടെ ഫ്ലക്സ് കെട്ടിയിട്ടുണ്ടോ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കിക്കോ. ഒരു 65, 60, 48, 50, 52 എന്ന ആ തോതിലാണ് ഇപ്പൊ കാണുന്നത് എല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കോവിഡിന്റെ 3 വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ റെഡിയാണ്, 70ലേക്ക് എത്തൂല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ദേവസ്വേട്ടന് ഞങ്ങളൊക്കെ 3 അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ എണ്ണിയ ദിവസങ്ങൾ കഴിയുന്നത് എവിടെ എപ്പോ കുഴഞ്ഞു വീഴും. ഹല്ലേലൂയ. ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, തമ്പുരാനെ നിന്നെ സ്വീകരിച്ചിട്ട് മുട്ടുമടക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണെങ്കിൽ പിന്നെ വേറെ എങ്ങും ഉണ്ടാകും, വെട്ടി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടേക്ക് വെച്ചാൽ മതി, വേറെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. മക്കളെ, നമ്മള് ഈ വചനം വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഏറ്റെടുക്കണം ഹൃദയത്തിലേക്ക്. വെളിപാട് 22, 12, 13. ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ പ്രവൃത്തിക്ക് അനുസരിച്ച് നിന്നെ ഞാൻ വിധിക്കും, നിനക്ക് ഞാൻ സമ്മാനവും കൊണ്ടാണ് വരുന്നത്. എന്ത് സമ്മാനമാ, എന്ത് സമ്മാനമാ കൊണ്ടുവരുന്നത്, എന്ത് സമ്മാനമാ? വീട്, കാറ്, മക്കള്, കല്യാണം, എന്ത് സമ്മാനമാ? സാമ്പത്തിക കടഭാരം മാറ്റാൻ ആയിട്ടുള്ള സമ്മാനം. എന്നാ ഓണം മെമ്പർ അടിപ്പിച്ചേക്കാം. എന്താ സമ്മാനം കൊണ്ടുവരുന്നേ? എന്താ സമ്മാനം? ഞാൻ കൊണ്ടുവരുന്ന സമ്മാനം നിത്യജീവനാണ്, നിത്യതയാണ്. അത് സ്വീകരിക്കാൻ നീ ഒരുക്കമാണോ, തയ്യാറാണോ? നിന്റെ ഹൃദയം ഒരുങ്ങിയിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് ഇന്ന് ഈ രാത്രി നമ്മളോട് ചോദിക്കുന്നതാണ്. ഞാൻ കൊണ്ടുവരുന്ന സമാധാനം, ആ നിത്യത സ്വീകരിക്കാൻ, നിത്യതയിൽ നീ എത്തിപ്പെടാൻ, ആ നിത്യജീവനെ സ്വന്തമാക്കാൻ നീ ഇനിയും എത്രമാത്രം ഒരുങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് മാറ്റപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. 33 വയസ്സുള്ള മനു ഇങ്ങനെ മരിക്കുമെന്ന് പ്രതീക്ഷിച്ചോ? വരുമ കല്യാണം നടത്താൻ വേണ്ടിയിരിക്കുക, വരുമേ മികത്ത ചികിത്സയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടാണ്. അമ്മ ഉള്ള പാന്റ് ഷർട്ട് മുഴുവനും കഴുകി മടക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ പിടിച്ചു നിർത്തേണ്ട ഒരു വചനഭാഗം, നമ്മുടെ ഓട്ടത്തിൽ നമ്മളെ പിടിച്ചു നിർത്തേണ്ട ഒരു വചനഭാഗം ആണ് ഞാൻ പറയുന്നത്. ഞാനാണ് ആദ്യത്തേതും അവസാനത്തേതും. ജനനവും മരണവും നിന്റെ ജീവിതത്തില് ആദ്യത്തേതും അവസാനത്തേതും അല്ലേ? ആദിയും അന്തവും, ഒന്നാമനും ഒടുവിലത്തവനും ഞാനാണ്. എങ്ങും നിനക്ക് പോകാനില്ല. അവസാനം നീ എന്റെ അടുക്കൽ തന്നെ വന്നു ചേരണം. എവിടെ നിന്ന് വന്നു അവിടേക്ക് നീ എത്തപ്പെടണം. അതിന് ഞാനെന്ന വ്യക്തി മനസ്സ് വയ്ക്കണം, തീരുമാനിക്കണം. തമ്പുരാൻ അവിടെ കൈ കടത്തിയില്ല. ഞാൻ തീരുമാനിക്കണം, വന്നിടത്തേക്ക് തന്നെ എനിക്ക് പോകണം. വേറെ പല വഴികളുണ്ട്, ഇഷ്ടമുള്ള വഴിക്ക് പോവാം. കർത്താവ് തടയത്തില്ല, തടഞ്ഞു നിർത്തത്തില്ല. ഇഷ്ടമുള്ള വഴി എനിക്ക് തിരഞ്ഞെടുക്കാം. എന്നാൽ നീ വന്നത് എവിടെ നിന്നാ? ആ ഒരു തിരിച്ചറിവ് നിനക്കുണ്ടെങ്കിൽ ഞാൻ എന്ന ഭാവം, അഹങ്കാരം, ശത്രുത, വിദ്വേഷം, വെറുപ്പ്, ഇതൊന്നും നമ്മൾ കൊണ്ടു നടക്കത്തില്ല ഹൃദയത്തിലാണ്. ഞാൻ വന്ന വഴി, എവിടെ നിന്ന് ഞാൻ പുറപ്പെട്ടു, ഇപ്പോൾ ഞാൻ എവിടെയായിരിക്കുന്നു, ഏതവസ്ഥയിലായിരിക്കുന്നു, ഇനി ഞാൻ എവിടെ എത്തിച്ചേരണം. 3 കാര്യങ്ങളാണ് തിരിച്ചറിയേണ്ടത്. ഞാൻ എവിടെ നിന്ന് വന്നു, സ്റ്റിൽ ഞാൻ എന്തായിരിക്കുന്നു, ഇനി ഞാൻ എന്താകണം അല്ലേ? ആ 3 ടെൻസാണ്. പാസ്റ്റും പ്രസൻസും ഫ്യൂച്ചറും. ഈ 3നെ കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഓരോ പ്രഭാതത്തിലും ഉണർന്ന് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് രാത്രി കിടക്കുമ്പോ ഇതെന്റെ അവസാന രാത്രിയാണെന്ന് ചിന്തിച്ച് വേണം കിടക്കാൻ. ഈശോ മറിയോസേപ്പേ, എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. അതുകൊണ്ട് പലപ്പോഴും രാത്രി ഞാൻ കിടക്കുമ്പോ 11 മണിക്കായിട്ടേ കിടക്കാറുള്ളൂ. കിടക്കുമ്പോ ഞാൻ സ്റ്റഡി ആയിട്ട് കിടക്കും, നിവർന്ന് കിടക്കും, അറ്റൻഷൻ ആയിട്ട് കിടക്കും.
ചെരിഞ്ഞ കാലൊക്കെ ഇങ്ങനെ ഈ കൊച്ചു പിള്ളേര് വെച്ച് ഇങ്ങനെ ചെരിഞ്ഞ കിടന്നു കഴിഞ്ഞാൽ കിടക്കുന്ന കിടപ്പിൽ തട്ടിപ്പോയി കഴിഞ്ഞാൽ രാവിലെ പിന്നെ അത് ഓടിച്ചു നോക്കി നേരെയാക്കേണ്ടി വരും. അതുകൊണ്ട് കിടക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നോളാം, കൈ കാലൊക്കെ നേരെ വെച്ച് കിടന്നോളാം. എപ്പ തീരുമെന്ന് പറയാൻ പറ്റത്തില്ല. നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ നീയും ഒരുങ്ങിയിട്ടുണ്ടോ? ഈ ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രം മക്കളെ പ്രാർത്ഥിക്കാം. ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഇതാണ് നമ്മുടെ വിശ്വാസം. ഈ ലോകത്തിലെ മനുഷ്യരെ നിങ്ങൾ ഭയപ്പെടരുത്. ലോകത്തിലെ മനുഷ്യരെ നിങ്ങൾ ഭയപ്പെടരുത്. ഈ കൂട്ടായ്മയെ തകർക്കാൻ ക്ഷുദ്ര ശക്തികൾ കുറെ ദിവസങ്ങളായി ശക്തമായിട്ട് അമ്മ മാതാവ് കൊന്തയിലും ബോധ്യം തരിക. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക, ഇതിനെ തകർക്കാൻ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുക. പല വിധത്തിലും, പല രൂപത്തിലും, ഭാവത്തിലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് 8 നോമ്പിന്റെ ആ 8 ദിവസങ്ങള് ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് അമ്മ ബോധ്യം തന്നത്. അതാരോടും ഞാൻ പബ്ലിഷ് ചെയ്തില്ല. മനസ്സിലായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആരെയാണ് ഭയപ്പെടേണ്ടത്? നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നവനെ മാത്രം ഭയപ്പെടുക. മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക, ഭയപ്പെടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വിലക്കിയിരിക്കുന്ന രാജ്യത്ത് ഏറ്റവും പ്രശ്നമുള്ള സ്ഥലം, ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, നമ്മുടെ സഹോദരിമാർക്ക് പോലും മുഖം മൊത്തം കറുത്ത മൂടുപടോടാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു ഡിസ്ട്രിക്ട്. അവിടെയാണ് കർത്താവ് കൂട്ടായ്മ തുടങ്ങാൻ പറഞ്ഞ. സഭാ മേലധികാരികൾ ഒന്നടങ്കം എതിർത്തു. അന്ന് മാർ ഹൃദയത്തിൽ പിതാവാണ്. ഞാൻ വെക്കേഷൻ വന്ന സമയത്ത് പിതാവിന്റെ അടുത്ത് വരെ കംപ്ലൈന്റ് ചെയ്തു, പിതാവിനെ പോയി കാണണമെന്ന് പറഞ്ഞു. ഞാൻ പോയില്ല. കാരണം അവിടെ കൂട്ടായ്മ തുടങ്ങിയാൽ കൂട്ടായ്മ പിടിക്കപ്പെടും, ശത്രുകരങ്ങളിൽ അകപ്പെടും. അതുകൊണ്ട് ഭയന്നിട്ടാണ് തുടങ്ങരുത് പറയുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞു 4 പേരെയും കൊണ്ട് തുടങ്ങിയ കൂട്ടായ്മ ജോയിച്ചന്റെ വീട്ടില് ഇന്നത് ആയിരക്കണക്കിന് മെമ്പേഴ്സായി ഉയർന്നില്ലേ? കർത്താവിന്റെ നാമം വിലക്കിയിരിക്കുന്ന രാജ്യത്ത്, ഏറ്റവും പ്രശ്നമുള്ള സ്ഥലത്ത് ആയിരക്കണക്കിന് മക്കൾ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ് ഇന്നും ആ കൂട്ടായ്മ മനോഹരമായി പോകുന്നു. അവിടെ ദൈവരാജ്യം സുസ്ഥാപിതമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ക്രിസ്ത്യാനി മുട്ടുകുത്തി ദിവസത്തിൽ 3 പ്രാവശ്യം 4 പ്രാവശ്യം 6 പ്രാവശ്യം പ്രാർത്ഥിക്കും. എന്നിട്ട് ആ സ്വർഗരാജ്യം ഭൂമിയിലേക്ക് വിളിച്ചിറക്കേണ്ട ചുമതല ആരുടെയാ? കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ആരുടെയാ? അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടവൻ ആരാ? കർത്താവ്. ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. എന്നിട്ട് പറയും അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും, സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നീ കർത്താവിന്റെ വചനം പ്രസംഗിക്കുക, പ്രഘോഷിക്കുക, പ്രൊക്ലെയിം ചെയ്യുക. ഹല്ലേലൂയ. കാരണം എന്താ? ദൈവവചനത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വചനത്തെ പൊതിഞ്ഞു കെട്ടി പെട്ടിക്കകത്ത് വയ്ക്കാനുള്ളതല്ല. ഒരു കാലം വരെ, അല്ലേ, ഒരു കാലം വരെ സഭയില് ആത്മായർക്ക് ഈ വചനം വായിക്കാനോ വിചിന്തനം ചെയ്യാനോ പ്രഘോഷിക്കാനോ അവകാശമോ അധികാരമോ ഉണ്ടായിരുന്നില്ല.
ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന്റെ കാലം കഴിഞ്ഞു. ഇത് കൃപായുഗമാണ്. ആത്മാവിനെ ബന്ധിച്ചിടാൻ ആർക്കും കഴിയുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ചിന്ത മാത്രം, ഞാൻ ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല, ഒരു ചിന്ത മാത്രം. അവസാനത്തെ അടയാളം എന്നോണം വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേലെല്ലാം ഇതാ ദൈവത്തിന്റെ ആത്മാവ് പറന്നിറങ്ങുന്നു, അഗ്നിയായ അഭിഷേകമായി ഇറങ്ങുന്നു. എന്തിനു വേണ്ടിയാണ് അത് നമ്മൾ തീരുമാനിച്ചുകൊള്ളുക. എന്തിനു വേണ്ടി ആത്മാവ് എന്റെ മേൽ അഭിഷേകമായി കടന്നു വന്നു, അത് ഓരോരുത്തരും മനസ്സിരുത്തി ചിന്തിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചാടി എണീക്കാം. ആത്മാവിന്റെ അഭിഷേകം എന്റെ അമ്മയുടെയോ നാമത്തിൽ എന്ന് ഈശോ പറഞ്ഞിട്ടില്ല. ഈശോ പറഞ്ഞെന്താ? എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും വിധിക്കാൻ ആർക്കും അവകാശം? ആർക്കാ വിധിക്കാൻ അവകാശം? ആർക്കും അവകാശമില്ല. കർത്താവിന്റെ വചനം പറയുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരൊറ്റ വചനം കൂടെ വായിച്ച് അവസാനിക്കും. പരിശുദ്ധാത്മ പെട്ടെന്ന് ഒരു വചനം വായിക്കാൻ പറ്റും. 19 മോനെ വെളിപാട് 19 ഒരു വചനം കൂടെ വായിക്കാനായിട്ട് പരിശുദ്ധാത്മ ശക്തമായിട്ട് പോകുന്നത്. വെളിപാട് 10 എനിക്ക് തോന്നുന്നു. വെളിപാട് 19:10 എന്താ നോക്കി വചനം? അപ്പോൾ ഞാൻ അവനെ ആരാധിക്കാനായി കാൽക്കൽ വീണു. എന്നാൽ അവൻ എന്നോട് പറഞ്ഞു, അരുത്, ഞാൻ നിന്റെ ഒരു സഹദാസനാണ്, യേശുവിന് സാക്ഷ്യം നൽകുന്ന നിന്റെ സഹോദരരിൽ ഒരുവൻ. നീ ദൈവത്തെ ആരാധിക്കുക. യേശുവിന് സാക്ഷ്യം നൽകുന്ന നിന്റെ സഹോദരരിൽ ഒരുവൻ, നീ ദൈവത്തെ ആരാധിക്കുക. യേശുവിനുള്ള സാക്ഷ്യമാണ് പ്രവചനത്തിന്റെ ആത്മാവ്. അപ്പോൾ ഞാൻ അവനെ ആരാധിക്കാനായി കാൽക്കൽ വീണു. എന്നാൽ അവൻ എന്നോട് പറഞ്ഞു, അരുത്, ഞാൻ നിന്റെ ഒരു സഹദാസനാണ്, യേശുവിന് സാക്ഷ്യം നൽകുന്ന നിന്റെ സഹോദരിൽ ഒരുവൻ. നീ ദൈവത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ആരാധന ദൈവത്തോടുള്ളതാണെങ്കിൽ, അത് ആത്മാവിലും സത്യത്തിലും നിന്നതാണെങ്കിൽ, ആ വഴി അടയ്ക്കാൻ ഈ ലോകത്തിൽ ഒരുത്തനും സാധിക്കത്തില്ല. കേട്ടോ? അപ്പൊ ആത്മാവ് തന്ന വചനം എത്ര കറക്റ്റ് ആയിരുന്നു നോക്കി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനിയും കാണും, ഇനിയും കാണും. യെസ്, സമയം പോയി. അതുകൊണ്ട് നമുക്കിനി ഒത്തിരി അങ്ങോട്ടൊന്നും നമ്മൾ കിടക്കുന്നില്ല. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഓക്കെ, നമുക്ക് യേശുവേ നന്ദി.